നമ്മുടെ മുഖത്ത് വിടർന്നു വരാറുള്ള പുഞ്ചിരിയുടെ ശക്തിയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ, മനസ്സിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വായ ഇരുവശങ്ങളിലേക്കും അല്പം മുകളിലായി ഒന്ന് ഉയർത്തി വിടർത്തുമ്പോഴേക്ക് നമ്മുടെ ശരീരത്തിന്, നമ്മെ കാണുന്നവരുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ എത്രമാത്രം വലിയ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് പുഞ്ചിരി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ശരീരത്തിലെ ന്യൂറോണുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന, അതിനനുവദിക്കുന്ന മോളിക്യൂൾസുകളാണ് ന്യൂറോ പെപ്റ്റൈഡ്സ്. സന്തോഷവും ദുഃഖവും ദേഷ്യവുമൊക്കെ ന്യൂറോ പെപ്റ്റൈഡ്സ് ആണ് നമ്മുടെ ന്യൂറോണുകൾക്കിടയിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറുന്നത്. നമ്മൾ പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഡൊപ്പാമിൻ, എൻഡോർഫിൻ, സെറോട്ടോണിൻ എന്നിവ റിലീസ് ചെയ്യപ്പെടുന്നു. ഇവ നമ്മുടെ ബോഡിയെ റിലാക്സ് ചെയ്യിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ രക്തസമ്മർദ്ദം കുറയ്ക്കുകയും നമ്മുടെ ഹൃദയ മിടിപ്പ് നേരായ നിലയിലാക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രകൃതിയ റിലീസ് ചെയ്യാവുന്ന ഏറ്റവും മികച്ച ഒരു പെയിൻ കില്ലറായി, ഒരു വേദന സംഹാരിയായി ആണ് ആരോഗ്യ വിദഗ്ധർ എൻഡോർഫിൻസിനെ കാണുന്നത്. പുഞ്ചിരിക്കുമ്പോൾ നമുക്ക് വെറുതെ സാധാരണ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾക്ക് ഉണ്ടാവുന്ന നെഗറ്റീവ് സൈഡ് ഇഫക്ട്സ് ഒന്നുമില്ലാതെ നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ എൻഡോർഫിൻസ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും റിലീസ് ചെയ്യപ്പെടുകയും നമ്മുടെ വേദനകൾ ശമിക്കുകയും ചെയ്യുന്നു എന്നത് പുഞ്ചിരിയുടെ നേട്ടങ്ങളിൽ ഒന്ന് മാത്രമാണ്. ആൻറ്റി ഡിപ്രസ്ഡായി നൽകപ്പെടുന്ന, നിർദ്ദേശിക്കപ്പെടുന്ന മരുന്നുകളിലൊക്കെ സാധാരണയായി സെറോട്ടോണിൻ റിലീസ് ചെയ്യാനുള്ള കെമിക്കൽസാണ് നൽകപ്പെടാറുള്ളത്. അത്തരം മെഡിക്കേഷൻ്റെ ഒരു പ്രത്യേകത അതിന് നെഗറ്റീവ് സൈഡ് ഇഫക്ട്സ് ഉണ്ടാകുമെന്നതാണ്. എന്നാൽ നമ്മൾ പുഞ്ചിരിക്കുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള നെഗറ്റീവായ ഒരു സൈഡ് ഇഫക്ട്സും ഇല്ലാതെ നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ ആൻറ്റി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഈ സെറോട്ടോണിൻ റിലീസ് ചെയ്യപ്പെടുന്നു എന്നത് നമ്മുടെ ശരീരത്തിൽ രക്താതിമർദ്ദാനുബന്ധിയായിട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ, ഹൃദയ സംബന്ധിയായ രോഗങ്ങൾ വരാതിരിക്കാനൊക്കെ മികച്ച ഒരു പ്രതിരോധ സംവിധാനമായി പുഞ്ചിരി നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് സത്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് തബസ്സുമുക ഫി വജ്ഹി അഖീക സദഖ എന്നാണ്. നിന്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ദാനമാണ്, ധർമ്മമാണ്, സദഖയാണ്. സദഖയെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞതാണെങ്കിൽ അസ്സദഖത്തു റദ്ദുൽ ബലായ എന്നാണ്. സദഖ ആപത്തുകളെ തടയും, രോഗങ്ങളെ തടയും, പ്രയാസങ്ങളെ പ്രതിരോധിക്കും. നിങ്ങൾ നോക്കൂ, പുഞ്ചിരി എന്ന സദഖ നമ്മൾ നിർവഹിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ആരോഗ്യപരമായ നേട്ടങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഈ ആരോഗ്യപരമായ നേട്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ഹദീസിനെ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഹദീസിൻ്റെ പശ്ചാത്തലത്തിൽ ഈ നേട്ടങ്ങളെ വിലയിരുത്തുമ്പോഴാണ് പുഞ്ചിരിയെ സ്വതക്ക എന്ന് പറഞ്ഞ, സ്വതക്ക രോഗങ്ങളിൽ നിന്ന് പ്രതിരോധിക്കുമെന്ന് പറഞ്ഞ വചനങ്ങളുടെ പൊരുൾ നമ്മൾ മനസ്സിലാക്കുന്നത്. സദക്ക കൊണ്ട് ലഭിക്കുന്നത് രണ്ടു പേർക്കാണ് നേട്ടം, സദക്ക നൽകുന്നവനും സദക്ക സ്വീകരിക്കുന്നവനും. അതേപോലെയാണ് പുഞ്ചിരി. പുഞ്ചിരി നൽകുന്നവന് ഈ ആരോഗ്യപരമായ നേട്ടങ്ങളൊക്കെ ലഭിക്കുന്നതോടൊപ്പം പുഞ്ചിരി കാണുന്നവനിലും ധാരാളം ആരോഗ്യപരമായ നേട്ടങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. പുഞ്ചിരിക്കുന്ന ഒരാളെ നിങ്ങൾ കാണുമ്പോൾ, വശ്യമായ പുഞ്ചിരി വിടരുന്ന ഒരു മുഖത്തെ നിങ്ങൾ നോക്കി നിൽക്കുമ്പോൾ, നിങ്ങളുടെ തലച്ചോറിലെ ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടക്സ് എന്ന ഏരിയ സെൻസറി റിവാർഡ്സ് പ്രോസസ്സ് ചെയ്യുന്ന ഏരിയ ആയിട്ടാണ് നമ്മുടെ തലച്ചോറിലെ ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടക്സിനെ
മനഃശാസ്ത്രജ്ഞർ ഗണിച്ചു പോരുന്നത്. ഈ ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടക്സ് ആക്ടിവേറ്റ് ചെയ്യുകയും പുഞ്ചിരിയുള്ള ആ മുഖം കാണുന്നവന് ഒരു സമ്മാനം ലഭിച്ച, ഒരു റിവാർഡ് ലഭിച്ച പ്രതീതി ഉണ്ടാവുകയും ചെയ്യുന്നു എന്നതാണ് പുഞ്ചിരി കാണുന്നവന് ലഭിക്കുന്ന നേട്ടങ്ങളിലൊന്ന്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ എന്ന് പുഞ്ചിരിയെ വിശേഷിപ്പിച്ചപ്പോൾ ആ സദഖ ലഭിക്കുന്നവന് ഉണ്ടാവുന്ന നേട്ടങ്ങളെപ്പോലെ പുഞ്ചിരി ലഭിക്കുന്നവന്, പുഞ്ചിരി കാണുന്നവന്, പുഞ്ചിരി ആസ്വദിക്കുന്നവന് കൂടി നേട്ടങ്ങൾ ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഈ വചനത്തിൻ്റെ അർത്ഥവ്യാപ്തി ഇത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് എന്നെ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എല്ലാവരോടും പുഞ്ചിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് എഴുതപ്പെട്ട സീറയുടെ ഗ്രന്ഥങ്ങളിൽ കാന മുതബസ്സിമൻ, അവിടുന്ന് പുഞ്ചിരിക്കുന്ന ആളായിരുന്നു എന്ന് എഴുതി വെക്കപ്പെട്ടത് നമുക്ക് ധാരാളമായി വായിക്കാൻ കഴിയും. നമ്മൾ എന്തിനു പുഞ്ചിരിക്കാതിരിക്കണം? ഗർഭസ്ഥ ശിശുവിനെ അൾട്രാസോണോഗ്രഫിയിലൂടെ നിരീക്ഷിക്കുമ്പോൾ പോലും ഗർഭപാത്രത്തിനകമേ വെച്ച് കുഞ്ഞ് പുഞ്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ജനിച്ച് വന്ന കുട്ടി ഉറക്കത്ത് പുഞ്ചിരിക്കുന്ന കാഴ്ച ആ കുട്ടിയുടെ മാതാവിനെയും പിതാവിനെയും സന്തോഷിപ്പിക്കുന്നത് അനുഭവിച്ചവർക്കൊക്കെ അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്ന, സങ്കടങ്ങളെ ഇല്ലാതാക്കുന്ന ആ കുഞ്ഞിൻ്റെ പുഞ്ചിരി ആരാണ് ആ കുഞ്ഞിന് സമ്മാനിച്ചത്? ഗർഭസ്ഥ ശിശുവിന് പുഞ്ചിരി സമ്മാനിച്ചവനാരാണ്? അള്ളാഹു സമ്മാനിച്ച ഈ മഹാനുഗ്രഹത്തെ വലുതാകുമ്പോഴേക്ക് നമ്മളെന്തിന് കുറച്ചു കൊണ്ടുവരണം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കുട്ടികൾ പുഞ്ചിരിക്കുന്ന അത്ര നേരം നമ്മൾ മുതിർന്നവർ പുഞ്ചിരിക്കാറുണ്ടോ? ഇല്ല എന്നതാണ് ശരി. കാരണം നമ്മൾ ആലോചിച്ച് ചെയ്യുന്നു. ആലോചിച്ച് ചെയ്യാൻ വിവേചനശേഷി വന്നതിന് ശേഷം നമ്മൾ പുഞ്ചിരി കുറച്ചിരിക്കുന്നു. നമ്മുടെ ആരോഗ്യത്തിന്, നമ്മെ കാണുന്നവരുടെ ആരോഗ്യത്തിന് ഒക്കെ നേട്ടമുണ്ടാക്കി തരുന്ന അള്ളാഹുവിൻ്റെ ഈ മഹാനുഗ്രഹത്തെ അനുഭവിക്കാൻ, ഉപയോഗപ്പെടുത്താൻ നമുക്ക് പലപ്പോഴും നേരം ലഭിക്കുന്നില്ല. അവസാനം ടെൻഷനായി, സങ്കടം വന്ന് ഡിപ്രസ്ഡായി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു ചെറിയ പുഞ്ചിരി കൊണ്ട് റിലീസ് ചെയ്യപ്പെടാൻ സാധിക്കുന്ന ന്യൂറോ പെപ്റ്റൈഡ്സുകളെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കൃത്രിമമായ കെമിക്കൽ അടങ്ങിയിട്ടുള്ള മെഡിക്കേഷൻ കൊണ്ട് അത്തരം ഹോർമോണുകൾ സമ്പാദിക്കാൻ നമ്മൾ പെടാപ്പാടുപെടുന്നു. നമുക്ക് അല്ലാഹു പ്രകൃതിയാൽ നൽകിയിട്ടുള്ള ഈ മഹാനുഗ്രഹത്തെ അനുഭവിക്കാൻ നമ്മൾ മറന്നു പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് പുഞ്ചിരിക്കുക. നിങ്ങളെ വിഷമിപ്പിച്ചവരായാലും, നിങ്ങളെ സങ്കടപ്പെടുത്തിയവരായാലും, നിങ്ങളെ ദ്രോഹിച്ചവരായാലും അവരെ കാണുമ്പോൾ പുഞ്ചിരിക്കുക. ഒരു തമാശ കേട്ടാൽ, ഒരു കോമഡി കേട്ടാൽ നമ്മൾ ചിരിക്കാറുണ്ട്. ആ തമാശ തന്നെ രണ്ടാമതും കേട്ടാൽ നമ്മൾ ആദ്യത്തേത് അത്ര ചിരിക്കാറില്ല. മൂന്നാമതും കേട്ടാൽ നമ്മൾ തീരെ ചിരിക്കുകയില്ല. പിന്നെയും കേൾക്കുമ്പോൾ നമുക്കതിനോട് വിരസത അനുഭവപ്പെടാൻ തുടങ്ങും. പിന്നെ നമ്മൾ അതിനെ വിമർശിക്കാൻ തുടങ്ങും. എത്ര തവണയാണ് ഈ കോമഡി കേട്ടത്? 80 കോമഡിയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കാരണം നമ്മെ ചിരിപ്പിക്കുന്ന കാര്യത്തെ നമ്മൾ ധാരാളമായി ഓർക്കാൻ ശ്രമിക്കാറില്ല. പക്ഷേ നമ്മെ എന്നെങ്കിലും ഒരിക്കൽ ദ്രോഹിച്ചവനെ കാണുമ്പോഴൊക്കെ അവൻ നമ്മെ ദ്രോഹിച്ചതിനെ ഓർത്ത് അവനോട് മുഖം തിരിഞ്ഞ് നടക്കുന്ന രീതി എന്തിനാണ് നമ്മൾ അനുവർത്തിച്ചു പോരുന്നത്? നിങ്ങൾക്കൊരു ദുഃഖം വരുമ്പോൾ, നിങ്ങളെ ആരെങ്കിലും ദ്രോഹിക്കുമ്പോൾ, നിങ്ങളെ ആരെങ്കിലും വിഷമിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ദുഃഖമുണ്ടാവുക സ്വാഭാവികമാണ്. ഒരുപക്ഷെ നിങ്ങൾ കരഞ്ഞു പോകും. നിങ്ങളുടെ ഉള്ളിൽ ദേഷ്യം തിളച്ചു മറിയും. നിങ്ങൾക്ക് സങ്കടമുണ്ടാകും. പക്ഷേ ആ സമയത്ത് മാത്രം മതി അത്. അതിനെ പിന്നെയും ഓർത്ത്, പിന്നെയും അയവിറക്കി, പിന്നെയും അതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട്, പിന്നെയും അയാളെ കാണുമ്പോൾ മുഖം തിരിഞ്ഞ് നടക്കുന്ന സ്വഭാവത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. എല്ലാവർക്കും ഈ പുഞ്ചിരി സമ്മാനിക്കുക. നമ്മുടെ നേട്ടത്തിന് വേണ്ടി, നമ്മെ കാണുന്നവരുടെ നേട്ടത്തിന് വേണ്ടി, നമുക്കിടയിൽ രൂഢമൂലമായ ബന്ധങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി പുഞ്ചിരിക്കുക.
തൻ്റെ ഭർത്താവിനോട് രാവിലെ എഴുന്നേറ്റ ഉടനെ 60 സെക്കൻഡ് മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്ന ഒരു വെസ്റ്റേൺ സൈക്കോളജിസ്റ്റിനെ ഒരിക്കൽ കേൾക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. അവർ പറയുന്നത് അവരുടെ ആ ദിവസത്തെ മുഴുവൻ എനർജി അവർ സമ്പാദിക്കുന്നത് രാവിലെ അവരുടെ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി 60 സെക്കൻഡ് പുഞ്ചിരിക്കുന്ന ആ നേരം കൊണ്ടാണ് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ദിവസത്തെ ഊർജം, ഒരു ജീവിത യാമത്തിലെ മുഴുവൻ ഊർജം നമുക്ക് സമ്മാനിക്കാൻ സാധിക്കുന്ന അള്ളാഹു നൽകിയ ഈ മഹാസമ്മാനത്തെ നമ്മളാരും ഉപയോഗിക്കാൻ മറന്നു പോകരുത്. എന്തെങ്കിലുമൊക്കെ സന്തോഷമുള്ളത് അറിയുമ്പോഴാണ്, സന്തോഷമുള്ളത് കാണുമ്പോഴാണ്, സന്തോഷമുള്ളത് കേൾക്കുമ്പോഴായിരിക്കും നമ്മൾ പുഞ്ചിരിക്കുക. പക്ഷേ ഒരു പുഞ്ചിരി കൊണ്ട് എത്രമാത്രം വലിയ സന്തോഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കാറില്ല. സന്തോഷം വന്നാൽ നമ്മൾ പുഞ്ചിരിക്കും, പുഞ്ചിരിച്ചാൽ നമുക്ക് അടുത്ത സന്തോഷം വരും. ആ സന്തോഷം വരുമ്പോൾ നമ്മൾ പിന്നെയും പുഞ്ചിരിക്കും, പുഞ്ചിരിക്കുമ്പോൾ വീണ്ടും നമുക്ക് സന്തോഷം വരും. അങ്ങനെ സന്തോഷം പുഞ്ചിരി അങ്ങനെ തസൽസുലായി പുതിയ സന്തോഷങ്ങളും പുതിയ പുഞ്ചിരികളും വിടർന്ന് നമ്മുടെ ജീവിതം മുഴുവൻ സന്തോഷദായകമായി തീരും. ആരോടും വെറുപ്പില്ലാതെ, ആരോടും വിദ്വേഷമില്ലാതെ പുഞ്ചിരിച്ചുകൊണ്ട് നമുക്ക് മരിക്കാൻ കഴിയണം. ഗർഭാവസ്ഥയിൽ നമ്മൾ പുഞ്ചിരിച്ചതുപോലെ, ജനിച്ച ഉടനെ ഉറക്കത്ത് പോലും നമ്മൾ പുഞ്ചിരിച്ചതുപോലെ, മരിക്കുന്ന വേളയിൽ കണ്ണടക്കുമ്പോഴും പുഞ്ചിരിച്ച് നമുക്ക് ഈ ഭൗതിക ലോകത്തെ വിട പറയാൻ സാധിക്കണം. തൂബായിലേക്കുള്ള യാത്ര പുഞ്ചിരിയിലൂടെയാവണം. തൂബാ വൃക്ഷത്തിന് ചുവട്ടിൽ അള്ളാഹുവിനെ കണ്ടും നമുക്ക് പുഞ്ചിരിക്കാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.